പത്തനംതിട്ട പെരുനാട് മടത്തുമൊഴിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജിതിനെ ബിജെപി ആർഎസ്എസ് ഗുണ്ടകൾ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ ഡിവൈഎഫ്ഐക്കാർ ആണെന്ന വ്യാജ പ്രചരണം പ്രതികളെയും ബിജെപിയെയും സഹായിക്കാനാണെന്ന് ഡിവൈഎഫ്ഐ, ബിജെപി ആർഎസ്എസ് നിയന്ത്രണത്തിലുള്ള ചില മാധ്യമങ്ങളും ചില ഇടതുപക്ഷ വിരുദ്ധ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിലൂടെയുമാണ് വ്യാജ പ്രചരണം നടത്തുന്നത്. ജിതിനെ കൊലപ്പെടുത്തിയ വിഷ്ണുവും ഡിവൈഎഫ്ഐയുമായി യാതൊരു ബന്ധവുമില്ല. കേസ് അന്വേഷണം ബിജെപി ആർഎസ്എസ് നേതാക്കളിലേക്ക് എത്തുമെന്ന് ഉറപ്പായപ്പോൾ ശ്രദ്ധ തിരിക്കാനാണ് വ്യാജ പ്രചരണം നടത്തുന്നത്. കേസിലെ 7-ാം പ്രതി മിഥുനും 4-ാം പ്രതി സുമിത്തും 2021 ഏപ്രിൽ മാസമാണ് ബിജെപി ആർഎസ്എസ് ബന്ധം ഉപേക്ഷിച്ച് ഡിവൈഎഫ്ഐയോടൊപ്പം എത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന പോസ്റ്റർ 2021 ജൂലൈ മാസത്തിലേതാണ്. ഇതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഇവർ ഡിവൈഎഫ്ഐ ബന്ധം ഉപേക്ഷിച്ചു. 2023 മുതൽ ഡിവൈഎഫ്ഐ മടത്തുമൊഴി യൂണിറ്റ് സെക്രട്ടറി ആദിത്യ ശങ്കറും പ്രസിഡന്റ് ദീപക്കുമാണ്. ഇത് പകൽ പോലെ സത്യമാണെന്നിരിക്കെ ഡിവൈഎഫ്ഐയെ മനഃപൂർവ്വം സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കാനാണ് ചില മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നത്. ഇത് പ്രതികളെയും അവർക്ക് കൊലക്കത്തി കൈമാറുന്ന ബിജെപി ആർഎസ്എസ് നേതൃത്വത്തെയും രക്ഷിക്കാനുള്ള ശ്രമമാണ്. കേസുമായി ബന്ധപ്പെട്ട് ബിജെപി നേതൃത്വത്തെ സഹായിക്കുന്ന നിലപാടാണ് ജില്ലയിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്. ബിജെപി നേതൃത്വത്തിന്റെ അഭിപ്രായം അതേപടി പകർത്തി പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ്. ജിതിനും പ്രതികളും സുഹൃത്തുക്കളാണെന്നാണ് മറ്റൊരു പ്രചരണം. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കൊല്ലുമോ? അതാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും കരുതിക്കൂട്ടിയുള്ളതാണെന്നും. പത്തനംതിട്ടയിൽ ആർഎസ്എസ് ബിജെപി വിട്ട് നിരവധി ചെറുപ്പക്കാർ നേരിന്റെ പാതയിൽ എത്തുന്നതിൽ വിറളി പൂണ്ട് നടത്തിയ ആക്രമണമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അക്രമത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ പെരുനാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി.എൻ. വിഷ്ണുവിനെ മുമ്പും ഇവർ ആക്രമിച്ചിരുന്നു. ആയുധവുമായി കരുതിക്കൂട്ടിയെത്തി നടത്തിയ അക്രമം ജില്ലയിലെ ജനങ്ങൾ ഒന്നടങ്കം അപലപിക്കുകയാണ്. പ്രതിയുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ മഹത്വവൽക്കരിച്ച് നൽകുന്ന മാധ്യമങ്ങൾ പ്രതികളെ സഹായിക്കുന്ന പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി. നിസാം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ബി. നിസാം, ജില്ലാ ട്രഷറർ എം. അനീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ടി. ഈശോ, പെരുനാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. ഇതിന്റെ വസ്തുത മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത്. ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന രണ്ടാളുകൾ, ഒന്ന് 4-ാം പ്രതിയായിട്ടുള്ള സുമിത്ത്, മറ്റൊന്നുള്ളത് മിഥുൻ. ഈ രണ്ടാളുകളും ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാളുകളും ആർഎസ്എസിന്റെ പ്രവർത്തകരായിരുന്നു. അവര് 2021 ഏപ്രിൽ മാസമാണ് ബിജെപിയിലെയും ആർഎസ്എസിലെയും ചില ആഭ്യന്തര പ്രശ്നം കാരണം ആർഎസ്എസ് സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് ഡിവൈഎഫ്ഐയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ഡിവൈഎഫ്ഐ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ പ്രചരണം നടന്നിരുന്നു. അത് 2021 ജൂലൈ മാസം 13 ഒരു ഫോട്ടോ, ഫേസ്ബുക്കിലെ ഒരു ഫോട്ടോയാണ്. അവര് ആർഎസ്എസ് വിട്ട് ഏപ്രിൽ മാസമാണ് ആർഎസ്എസ് വിട്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗമാകുന്നത്. അതിനുശേഷം അവർ ജൂലൈ മാസത്തിലെ 13-ാം തീയതിയാണെന്ന് തോന്നുന്നു, അന്നത്തെ ഫോട്ടോ ആണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഡിവൈഎഫ്ഐയുടെ ഒരാൾ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും മറ്റൊരാള് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. 2-3 മാസക്കാലം മാത്രമാണ് അവർ ഡിവൈഎഫ്ഐയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവര് സംഘപരിവാർ ബന്ധം തുടർന്നിരുന്നു. ആ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയായി അവരിങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ അവർക്ക് ഡിവൈഎഫ്ഐയുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഡിവൈഎഫ്ഐയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളെ ബോധപൂർവ്വം ഡിവൈഎഫ്ഐ ആക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു. അപ്പോൾ അതിനകത്ത് വാസ്തവമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഇപ്പോൾ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആദിത്യ ശങ്കർ, പ്രസിഡന്റ് ദീപക്, ഇവർ 2021 ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളായിരുന്നത് യൂണിറ്റ് സെക്രട്ടറി ഒരു ജസ്റ്റിൻ ഷാജഹാൻ, മറ്റൊന്നുള്ളത് മനീഷ്. അപ്പോൾ 4 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോയാണ് ഡിവൈഎഫ്ഐക്കെതിരായി വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.